യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ ആനിക്കേട്ടന് വരുന്നു. എനിക്ക് 3 വർഷം മുമ്പ് ശക്തിയായ തലകറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ENT കണ്ട് ചികിത്സ 3 മാസം ചെയ്തു. അത് കഴിഞ്ഞ് ഇനി തലയിറങ്ങിയാൽ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ മതിയെന്ന് ഈ ഡോക്ടർ പറഞ്ഞു. അതുപോലെ വീണ്ടും തലകറക്കം ഉണ്ടായി. കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടു, പരിശോധിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, കണ്ണാടിയെല്ലാം മാറുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം അതിശക്തമായ തലകറക്കം, കിടക്കുമ്പോൾ ഒട്ടും ഒരു വശത്തും തിരിഞ്ഞു കിടക്കാൻ പറ്റാത്ത പോലെ തലകറക്കമായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ സാധാരണ ഒരു ഫിസിഷ്യനെ കണ്ട് മരുന്ന് മേടിച്ചു 7 ദിവസത്തേക്ക്. 6 ദിവസം കഴിഞ്ഞിട്ടും തലകറക്കം മാറിയില്ല. അന്നേരം ശനിയാഴ്ച വൈകിട്ട് ഈ പ്രസിഡൻസിനെ വിളിച്ച് പറഞ്ഞു, ശക്തിയായ തലകറക്കമാണ്, നാളെ ഒരു പ്രാർത്ഥനയും കൊണ്ട് 60 പേരൊക്കെ വരുന്നതാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞായറാഴ്ച ശകലം പോലും തലകറങ്ങയില്ല. ഭംഗിയായിട്ട് പ്രാർത്ഥനയൊക്കെ നടക്കുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് കൂടെ പനി വരുമായിരുന്നു. ഒരു പ്രാവശ്യം പനി വന്നിട്ട് 15 ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും 1 മാസം കഴിഞ്ഞപ്പം പനിയായി. ഒരു പകല് ട്രിപ്പൊക്കെ ഇട്ട് കിടന്നു. അല്പം ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇനിയും പനി വന്നാൽ എന്നതാ ചെയ്യുന്നത്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് വിഷമിച്ച്. അപ്പം ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന നേർന്നപ്പോൾ പനി മാറി, അത്ഭുതകരമായി പനി മാറി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പ്രത്യേകമായി ഓർക്കാം. പലപ്പോഴും കൂടുതൽ സാക്ഷികളും ഞാൻ ദിവ്യകാല പരിഭവനത്തിൽ കുർബാനകൾ മുൻപാകെ ദൈവജനത്തിന് മുൻപാകെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞ് നേർന്നപ്പോഴാണ് പലരുടെയും സൗഖ്യം നൽകുന്നത്. ഈ രണ്ട് സാക്ഷ്യത്തിനും കാരണം അത് തന്നെ നമുക്ക് പ്രത്യേകമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരം ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.